നിങ്ങൾ വിശുദ്ധ ഖുർആൻ പരിശോധിച്ച് നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സൃഷ്ടിയെ ഈ ലോകത്തേക്ക് പറഞ്ഞു വിടുന്നത് ഒന്നും ബുദ്ധിയായി ഒന്നും അവൻ്റെ തലച്ചോറിൽ ഒന്നും കൊടുക്കാതെയാണ്. ബാക്കിയുള്ള ജീവികൾ അങ്ങനെയല്ല. അവർ ജനിച്ചു വീഴുമ്പോൾ തന്നെ അവർക്കുള്ള വിജ്ഞാനം അവരുടെ തലയിലുണ്ട്, അവർക്കുള്ള രീതികൾ അവരുടെ തലയിലുണ്ട്. എന്നാൽ മനുഷ്യനെ പറഞ്ഞു വിടുന്നത് എങ്ങനെയാണ്? വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. മനുഷ്യ, നിങ്ങളുടെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഈ ലോകത്തേക്ക് ഭൂജാതനാക്കി വീഴ്ത്തിയിട്ടുള്ളത്, ജന്മം നൽകിയിട്ടുള്ളത് ലാ തഅലമൂന ശൈആ, ഒന്നും അറിയാത്തവനായിക്കൊണ്ടാണ്. വാവിട്ടു കരയാനും ഓണകാട്ടിച്ചിരിക്കാനും മാത്രമറിയുന്ന ശുദ്ധപ്രകൃതിയിലുള്ള ഒരു കുഞ്ഞായിക്കൊണ്ട് ഈ ലോകത്തേക്ക് മനുഷ്യ നിന്നെ ഞാൻ ജന്മം നൽകിയില്ലേ? വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, നിനക്ക് ഞാൻ കാഴ്ച നൽകി, നിനക്ക് ഞാൻ കേൾവി നൽകി, നിനക്ക് ഞാൻ ചിന്താശേഷി നൽകി. എന്തിനാ കാഴ്ച നൽകിയത്? എന്തിനാ കേൾവി നൽകിയത്? എന്തിനാ ചിന്താശേഷി നൽകിയത്? മൃഗങ്ങൾക്ക് കൊടുക്കാത്ത, കാക്കക്കും പന്നിക്കും പൂച്ചക്കും കാലികൾക്കും കൊടുക്കാത്ത പ്രത്യേകമായ ഒരു ഗുണം എന്തിനാണ് മനുഷ്യന് റഹ്മാനായ റബ്ബ് നൽകിയത്? എന്നിട്ട് അള്ളാഹു ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട് പരിശുദ്ധ ഖുർആനിൽ. 13 തവണ അള്ളാഹു ആവർത്തിച്ച് ചോദിച്ചൊരു ചോദ്യം, അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നാണ്. നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? ആലോചിച്ചൂടെ? അള്ളാഹ് ചോദിച്ചതാണ്. 13 തവണ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത് എന്താ? അഫലാ തഅഖിലൂൻ, നിങ്ങളുടെ ബുദ്ധി കൊടുത്തൊന്ന് ആലോചിച്ചുകൂടെ? അഫലാ തുബ്സിറൂൻ, 3 തവണ അള്ളാഹ് ചോദിച്ചു. നിങ്ങൾക്ക് ഉൾക്കാഴ്ചയില്ലേ? നിങ്ങൾക്കതിനെ മനസ്സിലാക്കിക്കൂടെ? വിശുദ്ധ ഖുർആനിൽ 2 തവണ റഹ്മാനായ റബ്ബ് ചോദിച്ചത് അഫലാ തതദക്കറൂൻ, നിങ്ങൾ കുറ്റാലോചിച്ചുകൂടെ? പരിശുദ്ധ ഖുർആൻ 7 തവണ റഹ്മാനായ റബ്ബ് ചോദിക്കുന്നത് അഫലാ തദക്കറൂൻ, നിങ്ങൾക്ക് ചിന്തിച്ചാലോചിച്ചുകൂടെ? നോക്കൂ നിങ്ങൾ, 30ഓളം തവണ അള്ളാഹു ചോദിച്ചൊരു ചോദ്യം എന്താ? നിങ്ങളുടെ തലച്ചോറിന് ഉപയോഗിച്ചൂടെ എന്നുള്ളതാണ്. അള്ളാഹ് പറയാൻ, നിങ്ങളുടെ ബുദ്ധി നിങ്ങൾ ഉപയോഗിച്ചുകൂടെ? അത് ആർക്ക് മുമ്പിലും പണയം വെക്കല്ല. അത് മദീനയിലെ ഏതെങ്കിലും ആ കാട്ടാളന്മാർക്ക് മുമ്പിൽ ആരെങ്കിലും പണയം വെച്ചിരുന്നെങ്കിൽ മദീന ചരിത്രത്തിൽ അൻസ്വാറുകളെ പോലെയുള്ള ജീവിതം മുഴുവൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി, ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി സമർപ്പിച്ച, ത്യാഗോജ്ജല ജീവൻ നയിച്ച ആ മഹാമനുഷ്യന്മാരെ നമുക്ക് കാണാൻ കഴിയില്ല. മക്കയുടെ മണലാരണ്യത്തിൽ ജനിച്ചു വളർന്ന ഉമർ ഇബ്നു ഖത്താബിനെ പോലെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ പോലെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, അലി റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ, അനസ് ഇബ്നു മാലിക്കിനെ പോലെ, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള പ്രിയമുള്ളവരെ, ചരിത്രം കണ്ട മഹാപുരുഷന്മാർക്ക് ജന്മം നൽകിയത് അവരവരുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് പറയുന്നത് എന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് ജീവിതം കൊണ്ടവർ മാതൃകകളായി മാറിയത്. അതുകൊണ്ട് അല്ലാഹ് പറയുന്നു നമ്മളോട്, അഫലാ തഅഖിലൂൻ, നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ?